എല്ലാവർക്കും നമസ്കാരം. വെസ്റ്റ് ബംഗാളിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് BJP 3-2 ഭൂരിപക്ഷം, അതായത് രാജ്യസഭയിൽ പോലും ഒരു സീറ്റിനെ വിജയിപ്പിക്കാൻ കഴിയാത്ത വിധം തൃണമൂൽ കോൺഗ്രസിനെ തൃണവൽക്കരിച്ചിരിക്കുന്നു. അതായത് മൊത്തം 294 സീറ്റുകളിൽ BJP 206 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് 81 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. CPM 1 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റിലും. അങ്ങനെയാണ് ബംഗാളിൻ്റെ സീറ്റ് നില. അപ്പോൾ ബംഗാളിൽ 2011 37 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് BJP ഒറ്റയ്ക്ക് വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വരുന്നത്. അത് തന്നെ മഹാ അത്ഭുതമാണ്. ഇതിങ്ങനെ നേടാൻ കഴിഞ്ഞത് തന്നെ ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ ഇതിൽ BJPയുടെ ആദ്യ മന്ത്രിസഭാ തീരുമാനം വരെ നരേന്ദ്രമോദി ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് മുടങ്ങിക്കിടന്ന എല്ലാ കേന്ദ്ര പദ്ധതികളും വെസ്റ്റ് ബംഗാളിൽ ഫസ്റ്റ് മന്ത്രിസഭാ യോഗം, അതായത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് BJPയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി. കൂടാതെ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾക്ക് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഇനി പൊറോട്ട അടിക്കാൻ ബംഗാളികളെ കിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഒരു ജോലിക്കും ബംഗാളികളെ ഇനി കിട്ടില്ല. ബംഗാളികൾക്ക് ബംഗാളിൽ തൊഴിൽ ഉറപ്പാക്കും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബംഗാളിനെ സംബന്ധിച്ചൊരു വികസിത ബംഗാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ ബംഗാൾ മാറുകയാണ്. ഇനി ബംഗാൾ നമ്മുടെ ഈ 37-15 52 വർഷം ബംഗാളിനെ ഭരിച്ചു മുടിച്ചവർക്കുള്ള മറുപടിയാണെന്ന് വേണം പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ബംഗാളും മാറുകയാണെന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റൊരു പ്രവൃത്തി. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു മാസത്തിനകം തന്നെ ബംഗാളിലെ മാറ്റം നമുക്കറിയാൻ കഴിയും. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.